അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം മുസ്ലിം അമുസ്ലിം സംവാദങ്ങൾ എന്ന് വെച്ചാൽ മുജാഹിദ് ഇവിടെ മുസ്ലിമും സുന്നികൾ അമുസ്ലിമും ഇതാണല്ലോ ഇവിടെ നടക്കുന്ന സംവാദങ്ങൾ. അവർ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇതാണ്. സംവാദ വ്യവസ്ഥ എഴുതുമ്പം സംവാദ വ്യവസ്ഥയിൽ അവർ വിശേഷിപ്പിക്കുന്നത് ഇതാണ്: തവസ്സുൽ, ഇസ്തിഗാസ പോലത്തെ വിഷയങ്ങൾ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനത്തെവർ ആ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കാണ്, സുന്നികൾ മുശ്രിക്കാണ് എന്ന് സ്ഥിരീകരിക്കാനാണല്ലോ അവിടെ സംവാദം നടത്തുന്നത് വഹാബി പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ നടത്തുന്നത് അവരുടെ വിശ്വാസത്തിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടൻസ് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം അവർ ഇതുവരെ സുന്നികളെയാണ് മുശ്രിക്കാക്കിയിരുന്നതെങ്കിൽ അവരെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മുശ്രിക്കാക്കൽ തുടങ്ങിയതോടുകൂടെ അവരെ ഉള്ളിലുള്ള ഭൂതം ഇപ്പം പുറത്ത് ചാടിയിരിക്കുക. ഇവിടെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്, സുന്നികൾ ചെയ്യുന്നത് ഒക്കെ പ്രമാണബദ്ധമായ കാര്യങ്ങളാണെന്നും ഇവരിവിടെ വലിയ പണ്ഡിതന്മാരാണെന്ന് നടിക്കുന്നവർ 100 കൊല്ലമായിട്ടുള്ള ഇവിടെ സംഘടന ഉണ്ടായിട്ട് ആകെ 100 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് സംഘടന ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിവിടെ സുന്നി പക്ഷത്ത് സംഘടനകൾ 3-4 പിരിഞ്ഞെങ്കിലും അതൊക്കെ ആശയത്തിൽ ഒന്നാണുള്ളത്. എല്ലാവരും അടിസ്ഥാനപരമായിട്ട് ഒരേ സിദ്ധാന്തം ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ വഹാബി പ്രസ്ഥാനം 8 പൊട്ടിയെങ്കിൽ അവർ 8 വിഭാഗവും മറ്റുള്ളവരെ മുശ്രിക്കാക്കുന്നതാണ് കാണുന്നത്. അവരിവിടെ എന്തല്ല, ആശയത്തിൽ ഒന്നല്ല, അവർക്ക് അടിസ്ഥാനപരമായ കാര്യത്തിൽ അവരെ അഭിപ്രായ വ്യത്യാസമുള്ളത്. സുന്നികൾ അങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾ, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലോ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത്, ഈ വിഭാഗം എവിടെ സംവാദം നടത്തുകയാണെങ്കിലും ഇവിടെ അവർ വെല്ലുവിളിക്കണം. എന്തിനാണ്? ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് സുന്നികളെ പറ്റി പറയുന്നത് ഖുർആൻ ദുർവ്യാഖ്യാനിക്കണമെന്ന്. അതിൻ്റെ കുട്ടൻസ് ഇപ്പം ഞാൻ ഇന്നലെ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ല, അള്ളാഹിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന്. ഈ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? തഅബുദൂന എന്നാണ് തഫ്സീർ ഇബ്ൻ അബ്ബാസിൽ ഞാൻ അവിടെ വിശദീകരിച്ചത്. എന്നപോലെ തന്നെ എല്ലാ തഫ്സീറുകളിലും ഇവരുടെ മുമ്പ് സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ പറഞ്ഞ സമയത്ത് ഇവർ ഒഴിഞ്ഞു മാറിയ ആളുകളാണ്. ഇപ്പോൾ സുന്നി വിഭാഗത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനൻ്റെ ആളുകളാണ് സംസ്ഥാനങ്ങളിലെ മുത്തലമൻ്റെ ആളുകൾ ഒരു സംവാദ വ്യവസ്ഥ തയ്യാറാക്കിയ സമയത്തിൽ അവരോട് സംവാദ വ്യവസ്ഥയിൽ ചോദിച്ചിരുന്നു. പ്രമാണങ്ങൾ സ്വീകരിക്കാനുള്ള പ്രമാണ ചർച്ചയിൽ തന്നെ അവർ എന്താണ് ഒഴിഞ്ഞു മാറി ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഖുർആന് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചപ്പോൾ തഫ്സീറുകൾ ഏതൊക്കെ തഫ്സീർ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ചില തഫ്സീറുകളൊന്നും സ്വീകാര്യമല്ല. അതുകൊണ്ട് സ്വീകാര്യമായ 10 തഫ്സീറിൻ്റെ പേര് ഞാൻ പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ലോകത്തുള്ള മുഴുവൻ തഫ്സീറുകളൊന്നും, ഏത് തഫ്സീറും. പക്ഷേ ഏത് തഫ്സീർ ഇവർ അംഗീകരിക്കണമെന്നല്ല, അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് സ്വീകരിക്കുന്നതൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഇത്രക്കും വിഡ്ഢികളായ ആളുകളാണ് ഇവർ. എന്നപോലെ സഹിയ ഹദീസിനെ പറ്റി ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ സഹിയ ഹദീസിന് എന്താണ് സഹിയ ഹദീസിനുള്ള മാനദണ്ഡം? 40ഓളം ഹദീസ് ലഹീഫായിട്ട് ബുഖാരിത്തെ ലഹീഫാക്കിയിട്ട് എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു ഈ അബ്ദുസ്സലാം സുല്ലമിൻ്റെ അനുയായികളല്ലേ. അപ്പം ഇവിടെ ഹദീസുകൾക്ക് സഹിയ ഹദീസ് ഏതാണെന്ന് മുത്തവാത്തിറായ ഹദീസുകൾ, ഈ മുത്തവാത്തിറായ ഹദീസ് ഇവിടെ എല്ലാവരും സ്വീകാര്യമായ ഹദീസുകളാണ്. എന്ന് പറഞ്ഞാൽ മുത്തവാത്തിർ എന്നാൽ സനദ് മുത്തസിലായ റസൂലുള്ളാഹിലേക്ക് മുത്തസിലായ സനദോടുകൂടെ കുറേ ആളുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹദീസിൻ്റെ മാനദണ്ഡം പോലും അറിയാത്തവരാണ് ഇവർ. ഏതൊക്കെ ഓർക്ക് പറ്റാത്തൊക്കെ നിൽക്കുന്ന ലൈഫാണെന്ന് പറയാം. അങ്ങനെ ലൈഫാക്കി തള്ളുന്ന ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നടക്കുന്ന സംവാദങ്ങളൊക്കെ മുസ്ലിമീങ്ങളും എന്ന നിലക്കാണ് ഇവിടെ വിലയിരുത്തുന്നത്. ഇവിടെ ശിർക്ക് ചെയ്തിയെ നോക്കിയാണ് മുശ്രിക്ക് എന്ന് പറയാം. ആവർത്തിക്കണില്ല, ആവർത്തനം തന്നെയാണ് ഞാൻ പറയുന്ന വീഡിയോയിൽ. എനിക്കറിയാം. കാരണം എന്താണ് അറിയാം, നമ്മൾ പള്ളി ദർസിലൊക്കെ ഓതി പഠിക്കുന്ന കാലത്ത് സുന്നി മുജാഹിദ് പഠിക്കലില്ല. അത് പിന്നെ ഇവരോട് കൊണ്ടുവരുന്ന ഓരോ വാദങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക ചെയ്യാം. എന്തൊരു വാദമുണ്ട് ഇവർ കൊണ്ടുവരുന്നത് മുഴുവനും പേച്ച ആശയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം എന്താണ്? നബിക്കോ സാഹബത്തിനോ സലഫ് സാലിനോ പരിചയമില്ലാത്തതാണിത്. എന്നാൽ ഒരു കാലത്ത് ഇവരെ നമ്മളെ
പുത്തനാശയൊക്കെ മുബ്തദീങ്ങൾ എന്ന് പുതിയ കൊണ്ടുവന്നവരുന്നു. പക്ഷേ അതിനവർ ഹദീസും പോതിരുന്നു. ഷറൽ ഒരു മുഹദസത്ത് കുല്ലു മുഹദസത്തും ബിദഅ കുല്ലു ബിദഅത്തുൻ ദലാലാന്ന്. എല്ലാ പുതുതായ കാര്യങ്ങളും ബിദഅത്താണ്, എല്ലാ ബിദഅത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണെന്ന് ഇവർ മുമ്പൊക്കെ ഓതിയിട്ടുണ്ട്. ഇപ്പോഴും ഓതലുണ്ട്. പക്ഷേ ഇപ്പം അതിന്മേലല്ല പിടുത്തം. കാരണം എന്താ വെച്ചാൽ ഇവർ ബിദഅത്തിൻ്റെ കൊട്ടയാണ് വഹാബികൾ. ബിദഅത്തല്ലാത്ത ഇവർക്ക് എന്താ ഉള്ളത്? ഇവരെ പള്ളിയാന്തരം വീട്ടിലൊക്കെ ബിദഅത്തല്ല. ഇപ്പോൾ ഇവരെ പള്ളികളിലൊക്കെ ചെയ്യുന്നത് പള്ളി തന്നെ ബിദഅത്തല്ല. റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള പള്ളി പോലെയാണ്. ഇപ്പം മിനാരങ്ങൾ റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടോ? അത് ചെയ്യാൻ പറ്റും. ഒരു മക്ബറിൻ്റെ സ്ഥലത്ത് സിയാറത്തിന് സൗകര്യം ചെയ്താൽ അത് ബിദഅത്തായി, ശിർക്കുമായി, കുഫറുമായി. പെട്ടെന്ന് എത്ര എളുപ്പമുണ്ട് ശിർക്കും കുഫറുമായിട്ട് ജാതിന്ന് പുറത്താക്കാനല്ലോ. എന്നാൽ പള്ളിക്ക് റസൂലുള്ളാഹിൻ്റെ കാലത്ത് മിനാരം കിട്ടിയിട്ടുണ്ടോ? നബിൻ്റെ കാലത്ത് പള്ളി നിർമ്മിച്ച ശ്രമദാനത്തിലൂടെ അല്ലേ. ഇന്ന് പിരിവ് നടത്തണില്ല, അവിടെ നേർച്ചപ്പെട്ടി വെക്കണില്ല. പള്ളീൻ്റെ ഉള്ളിൽ കൂടെ ജുമാൻ്റെ സമയത്ത് എന്താണ് ഇങ്ങനെ ബക്കറ്റായിട്ട് നടക്കലില്ല, ബക്കറ്റ് ഇങ്ങനെ നീക്കി കൊണ്ടുപോകലില്ലേ. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ട്. ഇതൊന്നും ബിദഅത്തല്ലേ? എന്നപോലെ പള്ളിയിൽ ജുമാ ഖുത്ബ നടക്കുന്ന സമയത്ത് ജുമാ ഖുത്ബക്ക് സ്പീക്കർ ഉപയോഗിച്ച് മുകളിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ആരെ പള്ളിയിലാണുള്ളത്? ഇതൊക്കെ വഹാബികളുടെ പള്ളിയിലല്ല അവിടെ തുടങ്ങി വെച്ചത്. അപ്പോൾ ഇതൊന്നും ബിദഅത്തല്ല. സുന്നികൾ ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ബിദഅത്ത് ഹസനും സയ്യും ഇങ്ങനെ രണ്ടൊക്കെ ആക്കി തിരിക്കാനുള്ള ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇമാമികൾ പറഞ്ഞതേ സുന്നികൾ ചെയ്യണുള്ളൂ. ഈ ഇമാമികൾ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ അണുവിള തെറ്റാതെ സുന്നികൾ ഇവിടെ ഉൾക്കൊണ്ട് ജീവിക്കുക ചെയ്യണത്. എന്തിനാ ഞങ്ങൾ ഇമാമിയങ്ങളെ സ്വീകരിക്കണമെന്ന് അപ്പോൾ അവർ ചോദിക്കുക. ഇമാമിയങ്ങൾ ഹോജാക്കന്മാരാണോ? ഖുർആനുക്കും സുന്നത്തുക്കും മടങ്ങിയാൽ പോരെന്ന് അവർ ചോദിക്കുക. ഇവിടെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ളവരാണ് മദ്ഹബിൻ്റെ ഇമാമികൾ. അത്ര കണ്ട് ഹദീസുകളിൽ നിന്ന് ലോകത്ത് ആകമാനം തിരഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഈ ഹദീസിന് ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ആളുകളാണ്, ഗവേഷണയോഗ്യരാണ് അവർ. നമ്മൾക്ക് ആ ഹദീസ് കണ്ടിട്ട് പോലുമില്ല. അവർ എഴുതി വെച്ച ഹദീസിൽ നിന്ന് ക്രോഡീകരിച്ച ഗ്രന്ഥത്തിൽ നിന്ന് ആണ് നമ്മൾ നിയമങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾക്ക് അത് എഴുതാൻ വായിച്ചു കണ്ട് അത് ശരിക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത നമ്മൾ പണ്ഡിതന്മാരെ. എന്നാൽ ഇവിടെ പണ്ഡിതന്മാരാരാണ്? ഇവരാണ് ഇവിടെ ക്രോഡീകരിച്ച് വെച്ച മഹാപണ്ഡിതന്മാർ. അവരത് വായിക്കാൻ കിട്ടണ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആ പണ്ഡിതത്തിൻ്റെ കാലം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വെറും സാധാരണക്കാർ. കാരണം നമ്മൾ സാധാരണയിൽ സാധാരണക്കാരാണ്. അറബി ഗ്രാമറുകൾ നിയമപ്രകാരം അതിൻ്റെ നിയമങ്ങളനുസരിച്ചാണ് വായിക്കാൻ അറിയാത്ത നമ്മൾ കണ്ട പരിഭാഷ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിയമങ്ങളൊക്കെ പറയുന്നത്. ഖുർആൻ പരിഭാഷ നോക്കിയിട്ടാണ് ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹ്ക്കൊക്കെ അവരർത്ഥം പറയണത്. പരിഭാഷയിൽ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന്. എന്നാൽ തഫ്സീറുകളിലുള്ളത് അതല്ല താനും. തഫ്സീറുകളിലുള്ളത് തഅബുദൂന എന്നൊക്കെയാണ്. വിളിക്കും പ്രാർത്ഥനക്കും കൂടി നാദ എന്ന വിളിക്ക് ഉപയോഗിക്കാമെന്നും ദായ എന്നാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാമെന്നും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. എത്രത്തോളം ഇവിടെ ഒരു ഖുർആൻ എന്തൊക്കെ ദുർവ്യാഖ്യാനം നടത്തി. ഏറ്റവും നല്ല ഖുർആൻ പരിഭാഷ അമാനിയുടെ ഖുർആൻ പരിഭാഷയാണെന്നല്ല ഇവർ പറഞ്ഞത്. കാരണം എന്താണ്? നംലത്ത് പറഞ്ഞ കബീലാണ് ഉറുമ്പ് സംസാരിച്ചു. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് നംലത്ത് പറഞ്ഞ കബീലാണെന്നാണ് ഇവർ വ്യാഖ്യാനം പറഞ്ഞത്. എന്നപോലെ മൂസാ നബി വടി അടിച്ചപ്പോൾ എന്തായി? സമുദ്രം രണ്ടായി പിളർന്നു. അതിൻ്റെ അടിയിൽ കൂടെ മൂസാ നബി നടന്നു പോയി. ഫിർഔനും കൂട്ടരും അതിൻ്റെ അടിയിൽ കൂടെ പോയപ്പോൾ എന്താക്കി? അവരെ വെള്ളത്തിൽ മുക്കി നശിച്ചു. ഇതൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴുള്ള ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റൂല. അതുകൊണ്ടാണ് CNN പറ്റിയൊക്കെ പുകഴ്ത്തി പറയുന്നുണ്ട് ഒരു മൗലവി. അപ്പോൾ വീഡിയോയിൽ ക്ലിപ്പിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്താൽ കിട്ടും. വെയിലിറക്കുണ്ടായപ്പോൾ ഇറങ്ങിപ്പോയേക്കാണ് എന്നതുപോലെ എന്തൊക്കെ പേര് നിഷേധിച്ചു. സംസമിൻ്റെ ശ്രേഷ്ഠത പേര് നിഷേധിച്ചില്ലേ? ഇപ്പം എന്തൊക്കെ വിമർശനങ്ങളാണ്? ഷബാബിനെ പറ്റി എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? ഷബാബിലുള്ളത് അതൊക്കെ ഞാൻ വീഡിയോ ക്ലിപ്പ് സഹിതം ഇട്ടുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കണം. എല്ലാവർക്കും അറിയണത് കൊണ്ട് ഞാൻ വല്ലാതെ പറയണില്ല. സംസമിന് പ്രത്യേകത അല്ല, എന്നപോലെ ഹജറുൽ അസ്വദിന് പ്രത്യേകത അല്ല, ഒരു കല്ലാണെന്ന്. അതിനോട് തെളിവും പറയുന്നുണ്ട്. കല്ല് സാധാരണ ഒരു കല്ലാണ്, റസൂൽ ചുംബിക്കണതുകൊണ്ടാണ് ഞാൻ ചുംബിക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊട്ടി മാറ്റിയിട്ട് എന്താണ്? കല്ലിന് യാതൊരു സ്ഥാനമില്ല, ഹജറുൽ അസ്വദിന് ഒരു സ്ഥാനമില്ല എന്ന് വരുത്തി തീർക്കണം. ഇങ്ങനെ എത്ര ഹദീസുകളെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യണം. ഇങ്ങനെ മാത്രമല്ല, പൂർവികരെ കുറ്റം പറയുന്നൊരു കാലം വരും, അത് ഖിയാമത്ത് അടയാളമാണെന്നാണ്. ഈ സമൂഹം മുൻഗാമികളെ ആക്ഷേപിക്കുന്ന സാഹചര്യം വരുന്ന സമയത്ത് നമ്മളെന്താണ്? തീക്കാറ്റിനെ പ്രതീക്ഷിക്കണം എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. മുൻഗാമികൾക്കൊന്നും തിരിയില്ല. ഇപ്പം നമുക്ക് 4 മുറിച്ചത്തേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. മഹാപണ്ഡിതന്മാർ, ഇമാമികൾ, ഗവേഷണയോഗ്യരായ ഇമാമികൾ രേഖപ്പെടുത്തി വെച്ച നിയമങ്ങൾ, ഇതാണ് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത്. ഇതാണ് ഫിഖിൻ്റെ കർമ്മശാസ്ത്രത്തിനെ പറ്റി പറയുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ഇവിടെ മദ്ഹബിൻ്റെ ഇമാമികളാണ് ഇവിടെ ക്രോഡീകരിച്ച് വെച്ചത്. അത് അംഗീകരിക്കുന്നവരാണ് സുന്നികൾ.
അതൊന്നുമല്ല. ഖുർആനിൽ നിന്ന് നേരിട്ട് നിയമങ്ങൾ ഹദീസൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഏത് ഖുർആനെ പറ്റി അവർ പറയണത്? ഖുർആനാണെന്ന് തിരിയണമെങ്കിൽ തന്നെ ഇജ്മാനെ അംഗീകരിക്കണം. ഖുർആനാണിത് 2 ചട്ടക്കളുള്ളത് എന്താണ് ഖുർആനാണ് എന്നുള്ളത് ആരാണ് ഇവിടെ പഠിപ്പിച്ചു തന്നത്? അത് എങ്ങനെ മനസ്സിലായത്? ഇജ്മാ, ഉമ്മത്തിൻ്റെ ഇജ്മാ. ഖുർആനിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ കാലത്തൊന്നും എന്തില്ല, അർക്കത്തോ സദ്ദോ മദ്ദൊന്നുമില്ല. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ കാലത്താണ് സിദ്ദും അർക്കത്തും സിദ്ദും മദ്ദൊക്കെ ഇടാൻ തുടങ്ങിയതെന്നാണ്. അതെന്താ കാരണം? ഖുർആനിൽ ഈ അർക്കത്തും സദ്ദും ഇല്ലാത്ത ഖുർആൻ ഓതുന്നത് കൊണ്ട് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഹുദൂദ എന്ന് വായിക്കേണ്ടടുത്ത് ഹിദീദ എന്നൊക്കെ വായിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവർക്ക് എന്താ, അന്നത്തെ ആളുകൾ എന്താണ്, അന്നത്തെ പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ചു അർക്കത്തും സദ്ദും മദ്ദൊക്കെ ഇടാൻ. അങ്ങനെയാണ് ഈ ഖുർആൻ അർക്കത്തും സദ്ദും മദ്ദും ഇടല്ലെന്ന് ഞാൻ പഠിച്ചു വെച്ചത്. ഇതിലൊക്കെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഞാൻ സ്വീകരിക്കും ചെയ്യും കേട്ടോ. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. എന്നാൽ ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചു വെച്ചത് അങ്ങനെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ കാലത്താണ് എന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്. അപ്പോൾ ഇതൊക്കെ ബിദഅത്താണ്. അപ്പം വഹാബികളിപ്പം ബിദഅത്തിനെ പറ്റി പറയലില്ല. കാരണം അവർ ബിദഅത്തിൽ മുങ്ങി കളിച്ചിക്കല്ലേ. എന്താ ബിദഅത്തല്ലാത്തതുള്ളത്? പള്ളിയിലൊക്കെ നടന്നു പോയ ഓരോ ചവിട്ടടിക്കും പ്രതിഫലം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ്. അപ്പം വണ്ടിയിൽ പോയാലത് കിട്ടുമോ? ബിദഅത്തല്ല വണ്ടി. റസൂലുള്ള വാഹനത്തിൽ പോയിട്ട് ഈ കാറിലോ ജീപ്പിലോ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അവർക്ക് ഉപയോഗിക്കാനേ പാടില്ല. കാരണം ഇപ്പം ബിദഅത്ത് ഇപ്പോൾ പറയില്ലല്ലോ. കാരണം ബിദഅത്തിൻ്റെ ആളുകൾ ഓലെ മാറി. ഷറൽ മുഹദസാത്ത് പറഞ്ഞിട്ട് ഇവരെങ്ങനെയാണ് ഈ കാറിലൊക്കെ കയറി പള്ളിക്ക് പോകുക, നടന്നു പോകേണ്ട സ്ഥാനത്ത്? സുന്നികൾക്ക് പോകാം. കാരണം സുന്നികൾക്ക് ബിദഅത്ത് 2 ഉണ്ട്, ഹസനത്തും സയ്യത്തും ഉണ്ട്. ഹസനത്തിൽ ഉൾപ്പെടുത്തതൊക്കെ ഇങ്ങനെയാണ് സുന്നികൾ ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്നാലും പച്ച കാഫിർ എന്ന സുന്നികളെ പറ്റി പറയുന്നത്, അതോടുകൂടി അവർ മുശ്രിക്കായില്ലേ. ശിർക്ക് ചെയ്യുന്നത് ഇതിനാണ് ഇവിടെ സംവാദം നടക്കൽ. നിങ്ങൾ കാഫിര്യങ്ങളാണ്, നിങ്ങൾ കള്ളാടികളൊക്കെ കാഫിര്യങ്ങളാണെന്ന് നമ്മൾ തെളിയിക്കുന്ന അപ്പോൾ ഇവർ പറയൽ സംവാദത്തിലേ. അതിന് ഇവർ പറയണെന്താണ്, അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണതെന്ന്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനോടുള്ള അർത്ഥനയ്ക്ക് പ്രാർത്ഥന, അല്ലാത്തതിന് സഹായം തേട്ടം എന്നാ പറയുക. ആരോടൊക്കെ സഹായം തേടണമെന്നും ആരോടൊക്കെ സഹായം തേടാൻ പറ്റൂല എന്നും. ഇനി സഹായിക്കാൻ കഴിയാത്തവരോട് തേടിയാൽ എന്താണ് അതിൻ്റെ വിധി എന്നൊക്കെ ഞങ്ങളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു സഹായിക്കാൻ കഴിയാത്ത ആളോട്, ഒരാൾക്ക് ഒരു കഴിവില്ലാത്ത ആളോട് തേടിയാൽ പറഞ്ഞാൽ ഇപ്പോൾ അവർ ഒഴിവാക്കിയാകുള്ളൂ. എന്നാലും ശിർക്കും കുഫറും വരില്ല. ഈ ശിർക്കും കുഫറും വരുന്നത് വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ്. ഈ ബാലപ്പാടം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ആർക്കും തിരിയണില്ല. എന്നിട്ടെന്താണ് ഓരോരുത്തർ കമൻറ്റിൽ വന്നിട്ട് ഓരോരുത്തർ എന്ത് ചെയ്യാണ്, തോന്നിയാസം പറയാം, തെറി പറയാം. ഇജ്ജൊരു റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ്ടെന്താണ് ഈ പ്രസംഗി പറയണെന്താണ്, ഇങ്ങോട്ട് വെളിച്ചത്തേക്ക് വാ, അങ്ങനെ നേരിട്ട് പറഞ്ഞാണ്. നേരിട്ട് വിളിക്കുക, നമുക്ക് നോക്കാമല്ലോ. റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വേറൊരാൾക്ക് ഞാൻ തലകെട്ടിട്ടിട്ടില്ല, തൊപ്പിട്ടിട്ടില്ല എന്നുള്ള ഇത് പരിയിൽ നമ്മൾ നാടൻ പണി എടുക്കുന്ന ആൾക്കാർ, ഞങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരെ പണിയെടുക്കണ പഠിപ്പിക്കുന്ന ആളും എന്ന പോലെ പണ്ഡിതനൊന്നുമല്ല എന്ന് ഞാനാദ്യം പറഞ്ഞു. നമ്മളെ പോലത്തെ മതി നിങ്ങൾക്ക് പറയാൻ, അല്ല പണ്ഡിതന്മാരൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതി ചോദിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖോടെ പ്രമാണബദ്ധമായിട്ട് തന്നെ എനിക്ക് മറുപടി അറിയും. പിന്നെ അനാചാരങ്ങൾ, പല അനാചാരങ്ങളും മക്ബറൻ്റെ പേരിലും നേർച്ചൻ്റെ പേരിലും കല്യാണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളുടെ പേരിലും ഒക്കെ അനാചാരങ്ങൾ അതിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഉള്ള സംഗതി പാടില്ല എന്നാൽ ഗാനമാണ് നടത്തുന്നുണ്ട് കല്യാണങ്ങളിലൊക്കെ അല്ലേ, പല ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട്. അതിലാണ് കല്യാണം നിർത്തിയേക്കാന്ന് പറഞ്ഞത്. അതുപോലെ ചില മക്ബറകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്തൊക്കെ പൂരം പോലെ ആനയും അമ്പാനിയൊക്കെ ഉണ്ട്. ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ എതിർക്കുന്നവരാണ്, സുന്നികൾ എതിർക്കുന്നവരാണ്. അതൊക്കെ ആരാ നടത്തുന്നത് വെച്ചാൽ വഹാബികളെ പോലത്തെ കച്ചവടക്കാരാണ് ഒക്കെ നടത്തുന്നത്. എന്നിട്ട് സുന്നികളെ വല്ലാണ്ട് വെച്ച് കിട്ടും. എന്നതുപോലെ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുരുവട്ടൂരി നൗസാദ് അറിയുന്ന കള്ളത്തരീക്കത്തിൻ്റെ ആൾക്കാർ, ഇവരാണ് ഇതൊക്കെ ഇങ്ങനത്തെ സംഗതികൾ പാട്ടും ഗാനമേളയൊക്കെ ഹലാലാക്കി നടത്തുന്നത്. എന്നിട്ട് ഒരു വിഭാഗത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി എന്തും പറയാം. ഒരു മുസ്ലിമിന് ഒരു ഈ മുസ്ലിമിൻ്റെ ഒക്കെ മഹത്വങ്ങൾ റസൂലുള്ള പറഞ്ഞത് കേട്ടാൽ നമ്മുടെ നാവ് കൂടെ പറയാൻ, നമ്മുടെ അങ്ങനെ ഒരു വസ്തുമുണ്ട്, നമ്മളെ നാവ് നമ്മൾ അടക്കി വെച്ച് നമ്മുടെ ഇന്ത്യ ഈമാൻ പറഞ്ഞാൽ നടക്കൂലേ. ഓൻ്റെ പോരായ്മ നോക്കിയിട്ട് നമുക്ക് എന്താ കിട്ടണത്, നമ്മൾ ഈമാൻ നന്നായി, നമ്മുടെ ഈമാൻ ഞാൻ റെഡിയുള്ള ആളാണെന്ന് വിശ്വാസമുള്ള ഇബിലീസിൻ്റെ അഭിപ്രായമാണ് ഞാനാ നല്ല ആൾ, മറ്റേ പെച്ചത് എന്നത്. അതാണ് റസൂൽ അള്ളാഹ് പറഞ്ഞില്ലേ, വലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അല്ലാ തഅദിലു ഇഅ്ദിലു എന്ന് പറഞ്ഞത്. ഒരാളോടുള്ള എതിർപ്പ് അവനെ ആകെ നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുതെന്ന് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ തഫ്സീർ പ്രകാരമല്ല ഞാൻ പറയുന്നത്. അവരെ പറ്റ മോശമാക്കി അരപ്പാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവരോടുള്ള വെറുപ്പ് അവരാകെ നശിപ്പിക്കരുത്. അവരോട് എഴുതിരോ എന്നാ പിന്നെ പറയുന്നത്, നിങ്ങൾ നീതി ചെയ്യണം. നമ്മളെ സഹോദരന്മാരായി കാണേണ്ട ആളുകളാണ് അവിശ്വാസികൾ പോലും. നമ്മളൊക്കെ എന്താണ്, സഹോദരന്മാരാണ്, മനുഷ്യന്മാർ.
വലക്കത് കറംന ബനി ആദം ആദം സന്തതികളെ മുഴുവനും അള്ള ബഹുമാനിച്ചു എന്ന്. അള്ള ബഹുമാനിച്ച ആദം സന്തതികളെ അത് ജാതിമത ഭേദമന്യേ എല്ലാവരും ബഹുമാനിക്കണം എന്ന്. അപ്പോൾ ഇതിനെതിരായിട്ട് പിന്നെ ICSും ഇങ്ങനെ ISSും ഇങ്ങനെയൊക്കെ രൂപീകരിച്ചതുകൊണ്ട് വഹാബികൾക്ക് വലിയ പേടി. കാരണം എന്താ പറയുക, അവർക്ക് മുജാഹിദ് സുന്നിന്ന് അവർക്ക് പറഞ്ഞു കിട്ടണം. സുന്നി ലെവലിൽ ഇപ്പം സമസ്തക്കാർ എന്നാണ് പറയണത്. സമസ്തക്കാരും ഈ സുന്നി മുജാഹിദും ഇങ്ങനെ സംവാദം നടത്തണം അപ്പോൾ പറയുള്ളൂ. കാരണം എന്താണ്, സുന്നി എന്നുള്ള പേര് നമുക്ക് കിട്ടണ്ടല്ലോ, ഓൽക്കെന്തില്ല സുന്നി എന്നുള്ള പേരാക്കി തീർക്കണം. എന്നിട്ട് എന്താണ്, ഇവർ പെട്ട ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇവരെ നെതുവത്തിൽ മുജാഹിദ് നെതുവത്ത് ആദ്യം ഇവിടെ നെതുവത്തുണ്ടാക്കി അള്ളാഹിൻ്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. നെതുവത്തിലാണ് അവർ യോഗം ചെയ്യുന്നത് റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്ന് അവർക്ക് അനുസരിച്ച പേരാണ് അവർക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ നമ്മൾക്ക് എന്താണ് പറയുക, നമ്മളെ ഉള്ളിലുള്ളത് ഒറ്റയടിക്ക് നമ്മളോട് പറഞ്ഞു പോകണം. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അടിസ്ഥാനപരമായ രേഖാമൂലമുള്ള വർത്തമാനം നമ്മൾ പറയുള്ളൂ. അതിനിപ്പോൾ വലിയ പണ്ഡിതനൊന്നും ആയിക്കൊള്ളുന്നില്ല. എന്നപോലെ സുന്നിയോടുള്ള ആശയ വ്യത്യാസം എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അടിസ്ഥാനമല്ല, ശാഖാപരമാണ്. ഞാൻ എൻ്റെ എല്ലാ ഉസ്താദന്മാർ, ഞാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സുന്നിയോട് ആദരിക്കുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എൻ്റെ ഉസ്താദന്മാരുണ്ട്. AP വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട്, EK വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട്. കാപ്പാട് കാതി EK വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. എന്നപോലെ മൗലാന നജീബ് ഉസ്താദിൻ്റെ ഉസ്താദാണ്. ഉണ്ണി ഉസ്താദ്, അലി ഉസ്താദ് ഒക്കെ ഈ കേരള സംസ്ഥാന മെത്തുലമൻ്റെ മഹാപണ്ഡിതന്മാരിൻ്റെ ഉസ്താദാണ്. എന്നപോലെ സമസ്തൻ്റെ പണ്ഡിതന്മാർ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ഞാൻ പഠിച്ചത്. വഹാബികളാണെങ്കിൽ പോലും ഉസ്താദന്മാർ ബഹുമാനിക്കണം. കാഫിര്യങ്ങളാണ് ഉസ്താദന്മാർ എന്നാലും ബഹുമാനിക്കണം. എല്ലാവരും ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളോടുള്ള സുന്നികളൊക്കെ അങ്ങനെയാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കണം. വഹാബികൾ അങ്ങനെയല്ല. ഇവിടെ അങ്ങോട്ട് മുശ്രിക്കാക്കിയിട്ട് എന്താണ്, അവരെ നെരിച്ചു കൊല്ലണം. എവിടെ വെച്ച് കണ്ടവ അവരെ നെരിച്ചു കൊല്ലാൻ വേണ്ടിയത് ബിദഅത്താണ്. സുന്നികൾ ചെയ്യുന്ന ബിദഅത്താണ്. വ്യഭിചാരത്തിനേക്കാൾ വലിയ ബിദഅത്താണ് കൂട്ടുപ്രവർത്തനാവുന്ന ബിദഅത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ശരി. അതൊക്കെ നമ്മൾ എത്ര കേട്ട് താമ്പിച്ചുകൊണ്ട് ഇതൊന്നും പറയണില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. തെറികൾ പറഞ്ഞിട്ട് വളരെ മോശമാക്കിയിട്ട്, ഏറ്റവും മോശമായിട്ടുള്ള ചീത്തവിളി, തെറിവിളി. അപ്പോൾ ഇനി നമ്മൾ പ്രതികരിക്കുക ചെയ്യും. നമ്മൾ പറയുന്നതൊക്കെ പ്രമാണബദ്ധമായിരിക്കും. അത് പ്രമാണബദ്ധമായിട്ട് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എൻ്റെ അടുത്തുണ്ട്. നിങ്ങളെ അൽമാനാറാട്ടെ ഷബാബാട്ടെ അങ്ങനത്തെ രേഖകളും, അതിപ്പോൾ ഞാനിവിടെ കൂമ്പാറ കെട്ട് മുഖേന സുന്നികളതും അല്ലാത്തതും എല്ലാ വിഭാഗത്തിൻ്റെ ഇവിടെ ഉണ്ട്. ആണെങ്കിൽ ഞാനിപ്പോൾ അത് വീഡിയോയിലൂടെ കാണിച്ചു തരും ചെയ്യാം, അങ്ങനത്തെ അവസ്ഥ വന്നാൽ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുശ്രിക്കാക്കാതെ, നിങ്ങളിതുവരെ മുബ്തദി എന്നതിനല്ല പറഞ്ഞ വിദഗ്ധ ആരോപണം ഇനി നടക്കൂല. അപ്പം അള്ള ഇവരെ ഷെറിൽ നിന്ന് കാക്കട്ടെ എന്നും, ഈ തെറിക്കമാൻഡ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇട്ടോളി, നിങ്ങളെ ആവശ്യം പോലെ ഇട്ടോളി. അതിന് ഞാൻ മറുപടി എഴുതണമുണ്ട്. അപ്പോൾ ചില ആൾ ചോദിക്കാൻ എന്നോട് നേരിട്ട് എന്നെ വിളിക്കുമോയെന്ന്. ഈ നേരിട്ട് എന്നെ വിളിച്ചാണ്ട് എന്നോടൊന്ന് സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ കമൻറ്റിലൂടെ അല്ലാതെ വീഡിയോയിലൂടെ തന്നെ മറുപടി പറയും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചെങ്കിൽ, എന്താണ് തിരിയേണ്ടത് വെച്ചെങ്കിൽ എന്നോട് എഴുതി ചോദിച്ചില്ല, ഞാൻ മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹ് നമ്മളൊക്കെ ഹിദായത്തിലാക്കി യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ അഹലുകാരാക്കി ജീവിച്ച് മരിപ്പിക്കുകയും അവസാനം കെൽമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, സഹകരിക്കുക. അസ്സലാമു അലൈക്കും.